ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് അവധിയായിരുന്നു. നിങ്ങൾ എത്ര പേര് പഠിക്കാൻ വേണ്ടി സമയം ചിലവഴിച്ചു എന്നെനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചുവട്ടിലാണെന്ന് തോന്നുന്നില്ലേ. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി എങ്ങോട്ട് പോകുന്നു, മേലോട്ട് പോകുന്നോ താഴോട്ട് പോകുന്നു, എങ്ങനെയാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് മനപ്പായസം ഉണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം നിങ്ങളെല്ലാവരും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, മാർക്കറ്റ് ഇന്നലെ വൈകുന്നേരം 3:30 ക്ലോസ് ചെയ്തു. ഇനി അത് തുറക്കുന്നത് നാളെ വെള്ളിയാഴ്ച രാവിലെ 9:15 മാത്രമേ അത് തുറക്കത്തുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് NSE കുത്തി തുറക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സ്പെഷ്യൽ സെഷൻ ഓപ്പൺ ചെയ്യാനോ അല്ല നമ്മുടെ പൊസിഷനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, ഇല്ലേ? പിന്നെ നമ്മൾ ഈ കിടന്ന് മനപ്പായസം ഉണ്ടോ ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ ഗിഫ്റ്റ് നിഫ്റ്റി ഇങ്ങനെ നോക്കിയിരുന്ന വല്ല കാര്യമുണ്ടോ? നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് കണ്ടുകൊണ്ട് കുറച്ച് BP കൂട്ടാമെന്നുള്ളതല്ലാതെ വേറെ യാതൊരു പ്രയോജനമില്ല. പണ്ട് ഞാനും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, രാവിലെ കോളം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കയറുന്നോ ഇറങ്ങുന്നോ. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതുകൊണ്ട്, തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയ അതിന് മീതെ തോണി ഇറക്കുക, അത്രേ ഉള്ളൂ. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതിനനുസരിച്ച് ആക്ട് ചെയ്യുക, അതനുസരിച്ച് നമ്മുടെ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പുതിയ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, ശരിയല്ലേ? അല്ലാതെ ഈ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമല്ല. കാരണം നിങ്ങൾ പലരും ഇത് തന്നെയാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി രാവിലെ 150-140 പോയിന്റോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് 90 പോയിന്റ് 100 പോയിന്റ് അടുത്ത് കണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് C എടുത്തവർ കാണും, B എടുത്തവർ കാണും. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതെല്ലാം പോട്ടെ. അപ്പം അടുത്ത കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഓരോ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ കൊച്ചിയിലെ ക്ലാസ് ഫുള്ളായി. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം അവിടെ ഇനി ഞാൻ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. അത് ഓൾറെഡി ഫുള്ളായി. ഇന്നലെ തന്നെ അത് ഓൾറെഡി ഫുള്ളായി. ട്രിവാൻഡ്രത്ത് ഇനിയും കുറച്ച് സീറ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം, ആരെയും നിർബന്ധിക്കത്തില്ല. ആർക്കെങ്കിലും ട്രിവാൻഡ്രത്ത് പങ്കെടുക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 24-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നമ്മളൊരു ക്ലാസ് നടത്തുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. ഞാൻ ഈ താഴെ ഒരു നമ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ന്യായമായ ഫീസ്, നിങ്ങൾക്ക് താങ്ങാവുന്ന ന്യായമായ ഒരു ഫീസായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പങ്കെടുക്കണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? രാവിലെ 80 പോയിന്റോളം ഏകദേശം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏകദേശം 80 പോയിന്റോളം ഗ്യാപ്പ് ഡൗൺ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അല്ലേ? 80 പോയിന്റോളം മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ 80 പോയിന്റ് റിക്കവർ ചെയ്തു. 80-ൽ കൂടുതൽ പോയിന്റ് മാർക്കറ്റ് റിക്കവർ ചെയ്ത് വീണ്ടും വന്ന് നമ്മളയിലായി 25,687 വന്ന് എന്ത് ചെയ്തു? സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് മേലോട്ട് പോയി, തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെ കിടന്നു കുറച്ച് നേരം ആടിക്കളിച്ചു. അപ്പം ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലോ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്താലോ ഒന്നും നമുക്ക് ഒരു ട്രേഡും ചൊവ്വ നേരെ ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് എവിടെങ്കിലും, ഞാൻ ഇങ്ങനെ തന്നെ പറയും, ഈ വാക്കാണ് ഉപയോഗിച്ചത്, മാർക്കറ്റ് എവിടെങ്കിലും ഒന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് നടന്ന് കയറണം, അല്ലേ? മാർക്കറ്റ് അങ്ങനെ നടന്ന് കയറി ഇത് ക്രോസ് ചെയ്താൽ, ഈ 25,817 ക്രോസ് ചെയ്താൽ ഫർദറായിട്ട് മാർക്കറ്റ് അപ്വേർഡ് പോകും. നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് കവറിങ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ക്ലിയർ ആയിട്ട് നിങ്ങൾ എത്ര നോക്കുന്നുണ്ട്? ഞാൻ ഈ വാക്കാണ് ഉപയോഗിച്ചത്. മാർക്കറ്റ് ഇവിടുന്ന് നടന്ന് കയറണം, നടന്ന് കയറി ഇത് ക്രോസ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്താൽ നമുക്കൊരു ഷോർട്ട് കവറിങ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു, വീണ്ടും വന്ന് സസ്റ്റെയിൻ ചെയ്തു, സപ്പോർട്ട് എടുത്ത് മേലോട്ട് കയറാൻ ശ്രമിച്ചു, വീണ്ടും വന്ന് റീടെസ്റ്റ് ചെയ്തു. ഇതിനുശേഷം താഴോട്ടൊന്ന് പൊട്ടിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി, ഇല്ലേ? ഇതിനുശേഷം നമുക്ക് വേണ്ട ഇവിടെ വീണ്ടും ഒരു സെറ്റപ്പ് ഉണ്ടായി, ഇല്ലേ? എന്താ സംഭവിച്ചത്? ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമുക്ക് ഇവിടെ കിട്ടി, ഇല്ലേ? 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നമുക്കൊരു അപ്സൈഡ്, മാർക്കറ്റ് ഇവിടുന്ന് തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? നടന്ന് കയറാൻ തുടങ്ങി, ഇല്ലേ? നടന്ന് കയറി ഇവിടം വരെ എത്തി. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. അതുപോലെ തന്നെ നടന്ന് തിരിച്ചു മാർക്കറ്റ് നടന്ന് തന്നെ താഴോട്ട് ഇറങ്ങി, ഇല്ലേ? ഇതല്ലേ സംഭവിച്ചത്? അപ്പോൾ ഈ നടന്ന് കയറിയതിനകത്ത് ഏകദേശം 100 പോയിന്റോളം ഇത് കയറി, 100 പോയിന്റോളം മാർക്കറ്റ് കയറി. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്ര പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ യുക്തം പോലെ
ബുക്ക് ചെയ്യുകയോ ബുക്ക് ചെയ്യാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ മനോധർമ്മമാണ്. അപ്പം എന്തായാലും ന്യായം പാലിക്കേണ്ടവർക്ക് ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞത്, ഇന്നലെ മാർക്കറ്റ് എൻ്റെ രാവിലത്തെ വോയിസ് നോട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഈ ഗ്യാപ് ഡൗണിൽ നിന്ന് മാർക്കറ്റ് മോളോട്ട് കയറാനാണ് സാധ്യത, അല്ലേ? മോളോട്ട് കയറാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 100 പോയിന്റോളം മാർക്കറ്റ് തിരിച്ചു കയറി. അതുപോലെ തന്നെ, ഇല്ലേ? തിരിച്ചു കയറിയ ശേഷമാണ് വീണ്ടും താഴെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നേരെ തിരിച്ച് മേലോട്ട് പോയി. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് താഴെ പോയി കറക്റ്റായിട്ട് ഇവിടെ നോക്കിക്കേ, ഈ ഒരു സപ്പോർട്ട് എവിടെയാണോ ഇന്നലത്തെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തത്, അതേ ലോയിൽ തന്നെ വന്ന് മാർക്കറ്റ് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് റേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്പണിംഗ് റേഞ്ച് നമ്മൾ വരച്ചിട്ടേക്കണം. ഓപ്പണിംഗ് റേഞ്ച് യെസ്റ്റർഡേ, ഇന്നലത്തെ ഹൈ എവിടെയാണ്, ഇന്നലത്തെ ലോ എവിടെയാണ്, മാർക്കറ്റ് ഇന്ന് എത്രത്തോളം ലോ ക്രിയേറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിച്ച് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ വരച്ചിടുകയോ അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുകയോ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പം പലപ്പോഴും മാർക്കറ്റ് ആ ഏരിയയിൽ വരുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഒന്ന് സപ്പോർട്ട് എത്തിച്ച് കയറിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാം എന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതാണ് ചോദ്യം. അപ്പം നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻഫിയുടെ റിസൾട്ട് വന്നു, ഇല്ലേ? ഇന്നലെ TCSന്റെ റിസൾട്ട് വന്നായിരുന്നു, HCL ടിക്കിൻ്റെ റിസൾട്ട് വന്നു. ഐ ടിയിലെ ഭീമന്മാരാണ് ഇവർ മൂന്നുപേരും, TCS, ഇൻഫോസിസ്, HCL ടെക്. ഓക്കെ, അപ്പോൾ ഇന്നലെ TCSന്റെ റിസൾട്ട് വന്നപ്പം ഈ റിസൾട്ട് ഞാൻ വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പം മാർക്കറ്റ് വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഓക്കെയാണ്. കാരണം ഇങ്ങനെ ഈ നമ്മുടെ ലേബർ ലോയുടെ പ്രശ്നം കൊണ്ട് ഇവർക്ക് ഇങ്ങനെ പ്രോഫിറ്റബിലിറ്റി കുറയും എന്ന് ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ധാരണ ഉണ്ടായിരുന്നു മാർക്കറ്റിന്. ഓക്കെ, അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. HCL ടെക്കിനും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതേ സംഭവം തന്നെ ഇൻഫിക്കും ഉണ്ടായി. അപ്പോൾ ഈ 3 പേർക്കും ഇതേ സെയിം സംഭവമാണ് ഉണ്ടായി, ചെറിയ സ്ലൈറ്റ് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നലെ അതുകൊണ്ട് ഇപ്പം ഇൻഫിക്കും പ്രോഫിറ്റബിലിറ്റിയിൽ ചെറിയൊരു പ്രഷറുണ്ട്, എങ്കിലും ഇന്നലെ ADRൽ അത് 10% കയറിയിട്ടുണ്ട്. ആര്? ഇൻഫി. അപ്പോൾ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് IT സെക്ടറിനെ മുകളിലോട്ട് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻഫിക്ക് ഇങ്ങനെ ഇത്രയും 10% ഒരു അപ്സൈഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ TCS, HCL ടെക്കും IT സെക്ടറിലുള്ള സ്റ്റോക്കുകളൊക്കെ മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് IT സെക്ടറിനെയാണ്. IT സെക്ടർ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്താൽ മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകും. കാരണം ബാങ്ക് ഇന്നലെ ഓൾറെഡി സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തി ബാങ്ക്. കാരണം ഈ മാർക്കറ്റ് താഴെ പോയിട്ട് ബാങ്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഇന്ന് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 66 പോയിന്റ് നമ്മൾ ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തെങ്കിലും, നിഫ്റ്റി ക്ലോസ് ചെയ്തെങ്കിലും ബാങ്ക് ഫ്ലാറ്റായിട്ടാണ് ക്ലോസ്. അതായത് ദാറ്റ് മീൻസ് ബാങ്ക് കുറച്ച് സ്ട്രോങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, ഇല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ അതുപോലെ തന്നെ റിലയൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. റിലയൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ റിലയൻസ്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഈ 1458 ഇത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് പിന്നെ റിലയൻസിന്. അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് താഴോട്ട് ഇറങ്ങിപ്പോയതിന് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് ശേഷം മാർക്കറ്റ് കുറച്ചൊന്ന് പതുക്കെ റിക്കവർ ചെയ്ത് മേളി ഈ 1459 മുകളിലൊക്കെ കടന്നതിന് ശേഷം പിന്നെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ ലൈനിൽ തന്നെയാണ് 1458-80, 1459 നമ്മുടെ ലൈൻ, ഇതേ പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ എന്താ സംഭവിക്കുക വെച്ചാൽ, നാളെ റിലയൻസ് സസ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ഈ 1458 മുകളിൽ അല്ലെ 59 മുകളിൽ റിലയൻസ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടണം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം IT എന്ത് ചെയ്യണം? IT സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ HDFC ബാങ്കും ICICI ഒക്കെ ഇച്ചിരി സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ അതൊരു ICICI വിട്ടേക്ക്, പക്ഷേ HDFC ബാങ്ക് ഏകദേശം അതിൻ്റെ ഒരു ലോ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് 1940 എന്ന് പറഞ്ഞത് HDFCയുടെ ഒരു മേജർ, ഞാൻ വരച്ചിരിക്കുന്ന ഒരു മേജർ സപ്പോർട്ടാണ് 940. അപ്പോൾ ഇതിൻ്റെ മുകളിൽ HDFC ബാങ്ക് സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇവരെല്ലാവരോടും സഹകരിച്ചാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു 200 പോയിന്റ് നിഫ്റ്റി റാലി ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 200 പോയിന്റ് മിനിമം
മിനിമം 200. അതായത് ഇപ്പോൾ ചിലപ്പം നാളെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 100 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രാത്രി എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. എങ്കിലും ഇപ്പോഴത്തെ കണക്ക് ഒരു 100 പോയിന്റ് ഗ്യാപ്പ് അപ്പും പിന്നെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഈ IT, റിലയൻസും HDFC ഇവർ 3 പേരും കൂടെ ഒന്ന് സഹകരിച്ച് ഒരു സഹവർത്തിത്വം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിഫ്റ്റി 200 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്യും. 200 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേങ്കിൽ ഇവർ സഹകരിക്കണം. നാളെ ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇന്നലെ 200 പോയിന്റ് നിഫ്റ്റി മുകളിലോട്ട് പോകുന്ന പറഞ്ഞാൽ 2.5 പൊട്ടിക്കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. IT, റിലയൻസും HDFC ഇവർ 3 പേരുടെ ഒരു മര്യാദയ്ക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കൂട്ടായ്മ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നാളെ ഒരു 200 പോയിന്റിൻ്റെ അപ്വേർഡ് റാലി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റും. ഇത് എൻ്റെ മാത്രം ഒരു നിഗമനമാണ്. നാളെ ഇതൊന്നും ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ എന്നെ വന്ന് തെറി വിളിക്കല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇന്നലെ എങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലയോ എന്നൊക്കെയുള്ള നിങ്ങളുടെ മനോധർമ്മം. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൂടെ നോക്കാം. അപ്പം ഈ പറയുന്ന 25,500 ഈ 25,500 മേജർ സപ്പോർട്ടാണ്, ഒന്നും പറയാനില്ല. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇത് പൊട്ടി ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ വിചാരിച്ചു. സപ്പോസ് നമുക്ക് അങ്ങനെ അനുമാനിക്കാവുന്നേ. ഇവിടുന്ന് ഇപ്പം 25,648, ഓക്കെ, 748 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയാണ്. ഓക്കെ, 100 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് എന്ന് വിചാരിച്ചു. നാളെ 100 പോയിന്റിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് സന്തോഷമാവട്ടെ. 100 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ 100 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫർദറായിട്ട് പിന്നെയും കുറച്ച് മുകളിലോട്ട് പോയി 817 സസ്റ്റെയിൻ ചെയ്താൽ, ഓക്കെ, 817 സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 897 കാണാൻ പറ്റും. 800 ഈ പറയുന്ന ഇത് പോട്ടെ, ഈ 897 ഇത് സസ്റ്റെയിൻ ചെയ്താൽ 817 ഇവിടെ ഗ്യാപ്പ് അപ്പിലൂടെ ഓപ്പൺ ചെയ്യുന്നു, ഇതിന് മുകളിലോട്ട് പോകുന്നു, 817 സസ്റ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 897 പെട്ടെന്ന് കാണാൻ പറ്റും. 897, ഓക്കെ. ഇതിന് ശേഷം മേലോട്ട് പോവുകയാണെങ്കിൽ ഷോർട്ട് കവറിങ് നടക്കും. മനസ്സിലായി? കാരണം ഈ ഗ്യാപ്പ് ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് നടന്നു കയറുവാണെങ്കിൽ ഇവിടുന്ന് ഇതൊക്കെ ഷോർട്ട് കവറിങ് ആണ്. പക്ഷേ നാളത്തെ അവസ്ഥയിൽ ഒരിക്കലും അങ്ങനെ നടന്നു കയറാൻ വകുപ്പില്ല. ഗ്യാപ്പ് അപ്പിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് യാത്ര ചെയ്ത് 903 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് പതുക്കെ നടന്നു കയറിയാൽ എന്ത് സംഭവിക്കുന്നത്? പക്ഷേ 26,011 നാളെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. 665 പോയിന്റ്, 335 പോയിന്റ് നിഫ്റ്റി വിചാരിച്ചാൽ തകർക്കാന്നേ ഉള്ളൂ. കാരണം അവരിവന്മാർ 3 പേരുടെ HDFC, ഓക്കെ, റിലയൻസും IT ഇവർ 3 പേരുടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ 26,011 കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവർ 3 പേരുടെ ഒന്നിച്ച് കട്ടയ്ക്ക് നിൽക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാമോ? അങ്ങനെ ഇവർ 3 പേരുടെ കട്ടയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മറ്റേ FISൻ്റെ ട്രൗസർ കീറും. മനസ്സിലായി? 92% ഷോർട്ടാണ്. അവന്മാർക്ക് ഒരു മര്യാദയില്ലാതെ 92% ഇപ്പോഴും ഷോർട്ട്. ഇത്രയും മാർക്കറ്റൊക്കെ കയറിയിട്ടും 92% ഷോർട്ടിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവർ കയറി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ 903 മുകളിലെങ്കിലും നാളെ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ ഇവന്മാർ ഷോർട്ട് അഴിക്കേണ്ടി വരും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, ഷോർട്ട് അഴിക്കുവാണ് ബിൽഡപ്പ് ആണെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞു. അപ്പം നമുക്ക് ഇന്നലത്തെ കൊണ്ട് മനസ്സിലായി എന്താണ് ഷോർട്ട് കവറിങ് അല്ല, മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഷോർട്ട് കവറിങ് അല്ല, ബിൽഡപ്പ് കൊണ്ടാണ്. ആരാണ് പ്രോ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് ലോങ് സൈഡിൽ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എങ്കിലും പറയേണ്ട കാര്യം പറയണമല്ലോ. അപ്പോൾ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ മുകളിൽ 897 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഫർദറായിട്ട് അപ്സൈഡ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ HDFCയും റിലയൻസും ITയും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ 330 പോയിന്റ് ഒന്നും വിഷയമുള്ള കാര്യമല്ല. 26,000 നമ്മൾ വേണേൽ കാണാം, നാളെ വേണമെങ്കിൽ കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ 903 മുകളിലെങ്കിൽ നമുക്ക് ക്ലോസിങ് കിട്ടണം. എല്ലാം ശുഭകരമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇല്ല, ഇതൊന്നും നടന്നില്ല, ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും അനിശ്ചയാവസ്ഥ ഉണ്ടായി അലമ്പായി തീർന്നാൽ നമുക്ക് ഉള്ളത് ഈ ലോയാണ്. ഈ ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ 26,500. അത്ര ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,500. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ലെവലിൽ തന്നെ നിൽക്കുക. മാർക്കറ്റ് എങ്ങോട്ടും പോയിട്ടില്ല. 59,600 ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യും. നമ്മൾ ഇന്നലെ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് അവിടെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല.
ഓക്കെ. അപ്പോൾ നാളെ ഈ പറയുന്ന പോലെ തന്നെ ഇവർ പെർഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 700 പോയിൻ്റൊക്കെ റാലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പം 250 പോയിൻ്റ് ഏകദേശം നമുക്ക് നിഫ്റ്റി റാലി ചെയ്യുവാണെങ്കിൽ ഒരു 600-700 പോയിൻ്റോളം നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് തോന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60,000 ഒക്കെ കാണാൻ പറ്റും. 60,000-ത്തിനപ്പുറമൊക്കെ പോകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ബജറ്റ് നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഓക്കെ. അടുത്ത മിഡ് ക്യാപ്പ് വൻപൻ പിന്നെ രണ്ടുപേരെയും കൂട്ടാക്കാതെ നമ്മൾ 56 പോയിന്റ് പോസിറ്റീവിലാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ക്ലോസ് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSE നല്ല രീതിയിൽ പെർഫോം ചെയ്ത് രാവിലെ ഒരു 70-60 പോയിന്റോളം BSE രാവിലെ മുകളിൽ പോയി. അതിന് ശേഷമാണ് താഴെ വന്നത്. അപ്പോൾ പോസിറ്റീവ് നോട്ടിലാണ് BSE ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ നമ്മൾ മിഡ് ക്യാപ്പിലും കാണുന്നത്. ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. നമുക്ക് നോക്കാം. അത് നോക്കിക്കേ, BSE രാവിലെ മേളിൽ പോയായിരുന്നു, പിന്നെ ഡിക്സൺ പിടിച്ചു നിന്നു, പോളിസി ബസാർ HDFC AMC 68 പോയിന്റ്, HDFC AMC 68 പോയിന്റ് റിസൾട്ട് വരുന്നത് അതുകൊണ്ടാണ് 68 പോയിന്റ് പെർഫോം ചെയ്തുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊമിൻസ്, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം കൊമിൻസ് ഡ്രാസ്റ്റിക്കായിട്ട് താഴെ പോയായിരുന്നു അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ആരെ പിടിച്ചു നിർത്തിയത്? മിഡ് ക്യാപ്പിനെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവരെ നിഫ്റ്റിയെ നോക്കി മിഡ് ക്യാപ്പിനെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ. മിഡ് ക്യാപ്പിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഗതിയുണ്ട്, ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ മാത്രമേ അത് പോകത്തുള്ളൂ. അല്ലാതെ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ നോക്കിയല്ല ഇത് ട്രേഡ് ചെയ്യുന്നത്. ശരിക്കും പഠിക്കുന്നവർക്കറിയാം അതിനെപ്പറ്റി എന്താ സംഭവം എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പം നാളെ നമുക്ക് പിന്നെ ഈ 771 ക്രോസ് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് 14,000 കാണാൻ പറ്റും. ഇത് ഈ ഏതെങ്കിലും കാരണവശാൽ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ പോസിറ്റീവ് മൊമെൻ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മിഡ് ക്യാപ്പ് ആയിരിക്കും ആദ്യം പറക്കുന്നത്. ഒരു മയമില്ലാത്ത പറവർക്കലായിരിക്കും മിഡ് ക്യാപ്പ് പറക്കുന്നത്. അതിൽ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിച്ച് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. വേറെ കൂടുതലൊന്നും പറയാനില്ല. ബാക്കി നമുക്ക് രാത്രിയിലത്തെ കാലാവസ്ഥയോടെ നോക്കിയിട്ട് രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റിൽ വോയിസ് നോട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. പിന്നെ ഗ്രൂപ്പിലെ കാര്യം, ഗ്രൂപ്പ് ഫുള്ളായി. ദൈവത്തെ ഓർത്ത് ഇനി ഗ്രൂപ്പിൽ ചേരാമെന്ന് പറഞ്ഞ് ആരും മെസ്സേജ് ഇടേണ്ട. ഗ്രൂപ്പ് ഫുള്ളായി. പുതിയൊരു ഗ്രൂപ്പ് ഞാൻ ഉണ്ടാക്കാനും താല്പര്യപ്പെടുന്നില്ല. ഓക്കെ. അതുകൊണ്ട് നിങ്ങളതൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ ആരും മെസ്സേജ് അയക്കേണ്ട. ഗ്രൂപ്പിന് ഇനി വേക്കൻസി ഇല്ല, ഗ്രൂപ്പ് ഫുള്ളായി പോയി. ഓക്കെ. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.